ആരും എണ്ണീട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരെണ്ണം അമ്മയ്ക്ക് കഴിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊതി മൂത്തത് കൊണ്ട് ഒരെണ്ണം കൂടെ തിന്നാട്ടോ ഒരു കുഞ്ഞത്. ഈ പിള്ളേരുമായിട്ട് പുറത്തു പോയാലേ കാശ് ചെലവാകുന്ന വഴി അറിയില്ല. ഈ സ്ട്രോബെറി ഡിപ്പ് എന്നുള്ളതേ ഒരു വല്ലാത്ത ഫീലാണ് നമ്മുടെ പിള്ളേർക്ക്. ചോക്ലേറ്റിലും വരുന്നുണ്ട്, കാരമലിലും വരുന്നുണ്ട്. അതായത് ഗ്ലാസ് പോലെ ഇരിക്കും, പഞ്ചസാരയാണ് ഫിൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുക. ഇതൊരു സ്റ്റിക്ക് വാങ്ങുകയാണെങ്കിൽ കൊടുക്കുന്ന കാശനുസരിച്ച് നമ്മൾ കണ്ണു ചിമ്മും. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്കിത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നോർമലി സ്ട്രോബെറിക്ക് വില കൂടുതലാണ്. ഇത് സ്ട്രോബെറിയും ഉണ്ട്, പിന്നെ ബ്ലൂബെറി രണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വില കൂടുതലാണ്. സീസണിൽ നമുക്കിത് ചെയ്യാം. ഇനി അല്ല നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന എന്ത് പഴമാണെങ്കിലും കുരുവില്ലാത്ത പഴം നമുക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുള്ള സൂത്രപ്പണി ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് ഡിപ്പാണ്. നോർമൽ രീതിയിൽ എനിക്ക് സ്ട്രോബെറി അത്ര ഇഷ്ടമില്ല, പുളിയാണല്ലോ. ഈ ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തപ്പോൾ അന്യായ രുചി. സ്ട്രോബെറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടമാവും. കാരണം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമില്ല. സ്ട്രോബെറിയുടെ ഇളം മധുരവും പുളിയും പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മിക്സിന്റെ ഗുണവും. അതുപോലെ തന്നെ ബ്ലൂബെറി, സ്ട്രോബെറിനേക്കാൾ രുചി ബ്ലൂബെറിയാണ് കേട്ടോ. ബ്ലൂബെറിയുടെ വലിപ്പം കുറവാണ്, കൂടുതൽ ചോക്ലേറ്റ് ഡിപ്പ് ആവുകയും ചെയ്യും. സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒന്നും ഇല്ലെങ്കിലും സാധാരണ പഴം ചെറുതായിട്ട് പീസാക്കി ഇതുപോലെ ഒന്നിൽ കുത്തി ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താലും നമ്മുടെ മക്കളുടെ സന്തോഷം ഒട്ടും കുറയില്ലേ. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഡിപ്പ്. ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് ഇന്നും കുറച്ച് കട്ടയായി. ഇതൊരു ഹെൽത്ത് വൈസ് നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ് പോലെയല്ല, ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അടിപൊളി. അപ്പൊ ഈ ഡിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്. ഒരുപാട് കമ്പനി കിട്ടും കേട്ടോ. ഒരു 10-300 രൂപയ്ക്ക് ഏകദേശം 1/2 കിലോ കിട്ടും. അതാണ് വാങ്ങാറ്. കുഴപ്പമില്ല. ഇതിന്റെ ഡാർക്കും കിട്ടും, വൈറ്റും കിട്ടും. ഞാൻ രണ്ടും വാങ്ങാറുണ്ട്. ഇവിടുത്തെ ചോക്ലേറ്റും ഐസ്ക്രീമും കേക്കും പുഡിങ്ങും എല്ലാം ഞാൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് 100% പെർഫെക്റ്റ് ആണ്. ഒരുപാട് ഷുഗർ ഒന്നും ഇതിന്റെ ആഡ് ചെയ്തിട്ടില്ല, കാരണം അത്യാവശ്യം കയ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് ചോക്ലേറ്റ് ഡിപ്പിന്റെയും ബേസ്. ഇനി കേക്കിന് ഗണാശായിട്ടും മുകളിൽ ഫില്ലിങ്ങിനും ഒക്കെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. മൈക്രോവേവ് ഉള്ളവർക്ക് ഭയങ്കര എളുപ്പമാണ്. ഈ ചോക്ലേറ്റ് ബാർ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ അകത്ത് കുറച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ക്രീം ഇടാം, കോക്കനട്ട് ഷുഗർ ഇടാം, സാധാരണ വൈറ്റ് ഷുഗർ ഇടാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇടാം. നമ്മുടെ ഹെൽത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇടുക. ഇത് രണ്ടും കൂടെ ജസ്റ്റ് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ മൈക്രോവേവ് ചെയ്താൽ ഇളക്കിയാൽ നമുക്ക് എന്തായി കറക്റ്റ് ഈ സാധനമായി. അത്രയേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ആക്കണ്ട. ചിലർ കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്യും, പക്ഷെ അതിലേക്കൊന്നും കിടക്കണ്ട. ഇത് ചോക്ലേറ്റിന്റെ അളവ് കൂട്ടും കുറയുന്നതനുസരിച്ച് ഇതിന്റെ തിക്നെസ് വേരി ആവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം ഈ പറഞ്ഞ ക്രീമും ചോക്ലേറ്റും പഞ്ചസാര അല്ലെങ്കിൽ കോക്കനട്ട് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എന്താണ് നമ്മൾ മധുരത്തിന് ചേർക്കുന്നത്, അത് നേരെ ഒരു ഡബിൾ ബോയിലിങ്ങിലൂടെ ഉരുക്കിയെടുക്കുക. അതായത് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ ഇതെടുത്ത് ഇളക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് ഉരുകി വരുന്നതായിരിക്കും. സിമ്പിളാണ്, നമുക്ക് എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാനും പറ്റും.